മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മാർക്കറ്റിൽ ഇനി വരാനിരിക്കുന്ന ട്രെൻഡിങ്ങിനെ കുറിച്ച് അതിൻ്റെ ട്രേഡിംഗ് സ്ട്രാറ്റജികൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു. നമുക്കറിയാം, മാർക്കറ്റിലെ എല്ലാ പ്രതീക്ഷകളും അർപ്പിക്കുന്നത് ജൂലൈ 23 ചൊവ്വാഴ്ച നടക്കാൻ പോകുന്ന കേന്ദ്ര ബജറ്റിനെ മുൻനിർത്തിക്കൊണ്ടാണ്. ഇന്ത്യൻ ഓഹരി വിപണികൾ കാത്തിരിക്കുന്ന ഈ ഇവൻ്റ് ഇനി മണിക്കൂറുകൾ മാത്രമാണ്, ദിവസങ്ങൾ മാത്രമാണ് മുമ്പിലുള്ളത്. പുതിയ ബജറ്റിലെ പ്രഖ്യാപനങ്ങൾ വിപണിയെ സംബന്ധിച്ച് പോസിറ്റീവ് ആയിരിക്കുമെന്നാണ് പല കോണുകളിൽ നിന്നുള്ള വിദഗ്ധർ നമ്മളോട് പറയുന്നത്. അത് ആർട്ടിക്കിളിലൂടെയാണെങ്കിലും അവരുടേതായിട്ടുള്ള അഭിപ്രായ പ്രകടനങ്ങളിലൂടെയാണെങ്കിലും നമ്മളൊക്കെ പലതും വാങ്ങിച്ചു വെച്ചിട്ടുണ്ടാകും. എന്നാൽ ചില ഓഹരികളെക്കുറിച്ച് നമുക്കൊന്ന് വിശദമായിട്ട് എന്നല്ല, വളരെ ഷോർട്ട് ടൈമിൽ വളരെ പെട്ടെന്ന് 5 ഓഹരികളെക്കുറിച്ച് പെട്ടെന്ന് പറഞ്ഞു പോകാം ഒറ്റ വീഡിയോയിൽ. ഒന്നാമതായി RVNL കാര്യം എടുത്തു നോക്കാം. ഈ വർഷം ഇതുവരെ 223% ഇൻവെസ്റ്റേഴ്സിന് നേട്ടം നൽകി കൊടുത്തിട്ടുള്ള ഒരു ഓഹരിയാണ് റെയിൽ വികാസ് നിഗം ലിമിറ്റഡ് എന്ന് പറയുന്ന RVNL. നിലവിൽ വിവിധ ടൈം ഫ്രെയിമുകളിൽ ഓഹരി ഓവർബോട്ട് സോണിലാണെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. നമുക്കറിയാം, വീക്കിലി ചാർട്ടിൽ 580 നിലവാരത്തിന് മുകളിൽ കരുത്ത് വളരെ നല്ല സ്ട്രോങ് ആയിട്ട് പ്രകടമാകുന്നുണ്ട്. ദീർഘകാല അടിസ്ഥാനത്തിലാണെങ്കിൽ 490 ലെവലിൽ നല്ല രീതിക്കുള്ള ഒരു സപ്പോർട്ടും കാണിക്കുന്നുണ്ട്. 645 സോണാണ് ബ്രേക്ക് ചെയ്ത് നല്ല സസ്റ്റെയിൻ ഒന്ന് പുലർത്തി കഴിഞ്ഞാൽ അത് 720 വരെ പോകാനുള്ള സാധ്യതയും വിലയിരുത്തപ്പെടുന്നുണ്ട്. നല്ല രീതിക്ക് ഒരു 645 ഒന്ന് ബ്രേക്ക് ചെയ്ത് കിട്ടുകയാണെങ്കിൽ, ആ റെസിസ്റ്റൻസ് ഒന്ന് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ 720 വരെ ടാർഗറ്റിനെ പ്രതീക്ഷിക്കാം എന്നുള്ളതാണ് നമുക്ക് എൻ്റെ ഒരു കാഴ്ചപ്പാട്. ഏതായിരുന്നാലും ഇതിനിടെ 675, 695 രൂപ ലെവലിൽ ഈ നല്ലൊരു പ്രതിരോധം നിലവിലുണ്ട്, അഥവാ റെസിസ്റ്റൻസ് നിലവിലുണ്ട് എന്നുള്ള മനസ്സിലാക്കി വെക്കുക. രണ്ടാമത് Angel One ആണ്. Angel Oneൻ്റെ കാര്യം നമുക്കറിയാം, ഒരു ബ്രോക്കിംഗ് സ്ഥാപനമാണ്. കഴിഞ്ഞ വർഷത്തെ വലിയ റാലിക്ക് ശേഷം ഈ വർഷം ഈ ഓഹരി 36% വരെ താഴോട്ട് വന്നിട്ടുണ്ട്. അത് മന്ത്ലി ചാർട്ടിൽ നമുക്ക് 20 MMA അഥവാ മന്ത്ലി മൂവിങ് ആവറേജ് നിലവാരം നോക്കുകയാണെങ്കിൽ 2125 രൂപയിൽ വളരെ നിർണായകമായിട്ടുള്ള ഒരു സപ്പോർട്ട് കാണിക്കുന്നുണ്ട്. കഴിഞ്ഞ 2 മാസങ്ങളിൽ വീക്കിലി ചാർട്ടിൽ 2017 രൂപ നിലവാരത്തിൽ 100 WMA അഥവാ വീക്കിലി മൂവിങ് ആവറേജ് നല്ല സപ്പോർട്ടും കാണാൻ പറ്റുന്നുണ്ട്. 2425 രൂപ നിലവാരത്തിലാണ് 20 DM അഥവാ ഡെയിലി മൂവിങ് ആവറേജ് നല്ല രീതിക്ക് മറികടക്കാനുള്ള സാധ്യതയും നമുക്ക് കളയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ Angel One എന്ന് പറയുന്ന ഈ ഓഹരി നല്ല ശതമാനം മുന്നോട്ട് ഗമിക്കാനുള്ള എല്ലാ സാധ്യതകളും എല്ലാ സിഗ്നൽ വെച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഇത് എഡ്യൂക്കേഷൻ പർപ്പസ് വീഡിയോ ആണ്, നിങ്ങൾ വാങ്ങിക്കാനല്ല. നിങ്ങൾ നിങ്ങളുടേതായ അറിവിനനുസരിച്ച് ഒന്ന് അനലൈസ് ചെയ്യുക, ശേഷം മാത്രം വാങ്ങിക്കുക. മൂന്നാമതായിട്ടുള്ള SBI ആണ്. SBIൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഈ വർഷം 38% നേട്ടമാണ് ഓഹരി ഇൻവെസ്റ്റേഴ്സിന് നൽകി കൊടുത്തിട്ടുള്ളത്. ഡെയിലി അതുപോലെ തന്നെ വീക്കിലി ചാർട്ടുകളിൽ നമുക്ക് കാണാൻ പറ്റുന്ന ബുള്ളിഷ് സൂചന തന്നെയാണ്. നല്ല ഒരു കയറ്റം അപ്പ് മൂവ്മെൻറ്റ് കാണിക്കുന്നുണ്ട്. ഓഹരി 875 രൂപയ്ക്ക് മുകളിൽ നല്ല കരുത്ത് നേടാനുള്ള സാധ്യത, ഒരു ഫ്ലൈയിങ് ഓവർ കാണിക്കാൻ സാധ്യതയുണ്ട്. അതിന് താഴെ അഥവാ 850, 835 വിലകളിൽ താഴ്ന്നു വരാനുള്ള സാധ്യതയും നമ്മൾ ഓർത്ത് വെക്കണം. കാരണം ഇതിൻ്റെ താഴോട്ടാണ് സപ്പോർട്ട് ലെവൽ കാണിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. ഇനി എങ്ങാനും 875 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ 960 വരെ പോകാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. അതാണ് ചാർട്ടിൻ്റെ ഒരു സ്വഭാവം നമുക്ക് മനസ്സിലാകുന്നത്. 918, 940 എന്ന് ഇവിടെ നല്ല രീതിക്കുള്ള ഒരു റെസിസ്റ്റൻസും പ്രകടമായി നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇതാണ് ആകത്തുക SBI ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ മനസ്സിലാക്കി വെക്കേണ്ട ഭാഗങ്ങൾ. ഇനി ITCനെ കുറിച്ചൊന്ന് പറയാം. ITCനെ ഒരു വീഡിയോ നമ്മൾ വേറെ തന്നെ ചെയ്തിരുന്നു, കാണാത്തവരെ പോയി കാണുക. 455 രൂപക്ക് മുകളിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യപ്പെട്ടത്. നല്ല ബുള്ളിഷ് മൂവ്മെൻറ്റാണ് ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത്. 490 വരെ ഉയരാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ പറ്റുന്നില്ല. ഈ ഒരു ലെവൽ ഇപ്പം നിലവിലുള്ള ഒരു ലെവലൊന്ന് സസ്റ്റെയിൻ ചെയ്ത ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ 555 വരെ നമുക്ക് ഉയർച്ച സാധ്യത വിലയിരുത്താൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കി വെക്കുന്നത്. അതേപോലെ തന്നെ അഥവാ LNT എന്ന് പറയും നമ്മൾ, 5ാമത്തെ ഓഹരിയാണ് നമ്മളീ പറയുന്നത്. ഈ 5 ഓഹരികൾ നിങ്ങളുടെ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യുക. നമ്മളെ വിലയിരുത്തൽ എങ്ങനെയുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. നിങ്ങൾ വാങ്ങിക്കാനല്ല അപ്പോഴും പറയുന്നത്. കഴിഞ്ഞ 7 മാസങ്ങളുടെ ഒരു ഹിസ്റ്ററി എടുക്കുകയാണെങ്കിൽ 3250 അഥവാ 3250 മുതൽ 3900 റേഞ്ചുകൾ കൺസോൾട്ടേഷൻ നടന്നിട്ടുള്ള, അല്ലെങ്കിൽ കൺസോൾട്ടേഷനിലാണ് ഈ ഓഹരി എന്നുള്ളത് പറയാൻ പറ്റും. 200 DMA നിലവാരമായിട്ടുള്ള 3412 ലെവലിൽ ഒരു പോസിറ്റീവായിട്ടുള്ള
ആയിട്ടുള്ളൊരു ട്രെൻഡ് നമുക്ക് പ്രകടമാകുന്നുണ്ട്. അതുപോലെ തന്നെ ഡെയിലി ചാർട്ടിലും നല്ല രീതിക്ക് 3705 എന്ന പ്രൈസിൽ നല്ലൊരു പ്രതിരോധം, ഒരു റെസിസ്റ്റൻസ് കാണാൻ പറ്റുന്നുണ്ട്. ഈ ഒരു വിലയിൽ ബ്രേക്കൗട്ട് കിട്ടുകയാണെങ്കിൽ 4450 വരെയൊക്കെ പോകാനുള്ള സാധ്യതയും LNTക്ക് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. LNT കയ്യിലുണ്ടെങ്കിൽ ആ ഒരു നല്ലൊരു ഹോട്ട് ലൈൻ നിങ്ങളൊന്ന് കൃത്യമായി വരച്ചു വെക്കുക. ബ്രേക്ക് ചെയ്തിട്ടില്ലെങ്കിൽ താഴോട്ട് പോരാനും സാധ്യതയുണ്ട് എന്നുള്ളതും കൂടി നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ ബോധത്തിൽ വരട്ടെ എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഈ 5 കാര്യങ്ങൾ ഉണർത്തിയത്. മറ്റൊരു വീഡിയോയിൽ മറ്റു വിശാലമായിട്ടുള്ള ഓവർവ്യൂ നമുക്ക് സംസാരിക്കാം. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. ഗുഡ് ബൈ.